പാട്ട് മാത്രം പറയുക. ഓക്കെ, പാട്ടപ്പോൾ ട്യൂൺ എന്തായാലും ചെയ്ത് വെച്ചിട്ടുണ്ട്, കേട്ടു. ഇതൊക്കെയാണ് ഇതുവരെ എത്തിയത്. ഈ ഒരു സാധനം ചെയ്യാൻ വേണ്ടി എത്ര നേരം എടുക്കും? ഈ വീഡിയോ എടുക്കാൻ വേണ്ടി എത്ര നേരം എടുക്കും? എന്തായാലും ഒരു ലോങ് പാർട്ട് കിട്ടി ആ ഒരു മ്യൂസിക്. ഞാനതവിടെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നുണ്ട് ഈ പറഞ്ഞ ആ രണ്ടാമത്തെ സ്റ്റാൻസിലോട്ട് വരും, ചരണത്തിലോട്ട് വരുമ്പോൾ.
ആ സാധനം അവിടെ ഇടേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം ചരണം വരുന്നതേ ഉള്ളൂ. ചരണം വരുന്ന സമയത്ത് ഇത്രയും ലെങ്തിൽ ഒരു ടൂൾ അവിടെ വേണ്ട എന്നുള്ളത്. ഇപ്പോൾ 2-3 പാട്ടിങ് ഇതുപോലെ ഓക്കെ സമയത്ത് കത്തി ശരിയാണ്, അതിൻ്റെ ആവശ്യമില്ല. ഹിന്ദി പാട്ടിൽ 2 ചരണം ഉണ്ടെന്ന് ഞാൻ അച്ഛൻ പറഞ്ഞു. അതായത് ഫസ്റ്റ് ഒരു പോർഷൻ വരുന്ന സമയത്ത് ഒരു ടൂണും, അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ചരണം എന്നുള്ളൊരു പോർഷൻ എത്തുന്ന സമയത്ത് ഒരു ടൂണും ആയിരിക്കും. ശരിയാണ്. ഓക്കെ, അപ്പോൾ ഇതുവരെയാണ് എത്തി. ഇനിയിപ്പോൾ ഇപ്പോൾ എന്തായാലും ആ സ്ഥലത്ത് ഇത്ര ലെങ്തുള്ള മ്യൂസിക് ഇട്ട് എന്തായാലും ഗുരുവായൂരിനെ ഒന്നായി. കാരണം ഒരു ലെങ്തുള്ളൊരു മ്യൂസിക് ഇടുന്ന ഒരു സ്പോട്ടുണ്ട് ഇവിടെ. ചരണം എത്തുന്ന സ്ഥലത്ത് ആയിരിക്കും എന്തായാലും ലെങ്തുള്ള മ്യൂസിക് ഇടുന്ന ഒരു പോർഷൻ ഉണ്ട്. അപ്പോൾ അവിടെ ഇടാൻ ഇപ്പോൾ എളുപ്പം ഇതിനടുത്ത കട്ട് ചെയ്തിട്ടാൽ മതി. പക്ഷേ ഏത് ടോണോ ആദ്യം വരണേ ഇതുള്ള അത് പറഞ്ഞ മ്യൂസിക് അറേഞ്ചർ റഹ്മാൻ്റെ മ്യൂസിക് അറേഞ്ചർ ആയിരുന്നു നോക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് മ്യൂസിക് ഡയറക്ടർ. അതായത് ജന്മന ഉള്ളൊരു ആൾക്ക് ഏതൊക്കെ ഫ്രീക്വൻസീസ്, എല്ലാ ഫ്രീക്വൻസി ഒരു പാട്ടിലുണ്ടായിരുന്നു എന്നുള്ളത്. ഒരു പാട്ട് വരുന്ന സമയത്ത് ഹൈ ഫ്രീക്വൻസി, മിഡിൽ ഫ്രീക്വൻസി, ലോ ഫ്രീക്വൻസി എല്ലാം ഒരു പാട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിവുള്ള ഒരാളായിരുന്നു റഹ്മാൻ. അപ്പോൾ ആള് ജന്മന കിട്ടിയ ആളുടെ കഴിവാണത്. അപ്പോൾ അത് പിന്നെ വെളിക്കാർക്ക് പഠിക്കാം. അതിൻ്റെ തിയറി ആയിട്ട് പഠിച്ച് അത് ചെയ്യുന്നവരുണ്ട്. പക്ഷെ അത് ജന്മന കിട്ടിയ ഒരു സംഭവം തന്നെയാണ്. ഇങ്ങനെ അറിയാവുന്നത് ആൾ മ്യൂസിക് ഫാമിലിയിലായിരുന്നു. ആളച്ഛൻ നല്ല മ്യൂസിഷ്യനായിരുന്നു. എന്തായാലും ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതി. നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. ബാക്കി ഇനി വല്ല പുരോഗതി ഉണ്ടെങ്കിൽ നോക്കുക.